സമരവും സ്വാതന്ത്ര്യവും എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. നോക്കുക, ആദ്യം തന്നെ നീലത്തിന്റെ കറ എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. നീലത്തിന്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു. രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് 1916 ലക്നൌവിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത്. എൻ്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു. അവസാനം ഞാൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താം എന്ന് വാക്കുകൊടുത്തു. അപ്പോൾ ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ വച്ച് എന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കുക. ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. ആ ഒരു പോയിന്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധിയുടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ് അല്ലേ, കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു റിവിഷൻ പോലെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ചേർത്ത് നോട്ടാക്കിയിട്ട് തയ്യാറാക്കി വെക്കുക. നോക്കുക, ബീഹാറിലെ ചമ്പാരനിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നത്. നമ്മളിപ്പോൾ അതാണ് വായിച്ചത്. ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ ആർക്ക് കഴിഞ്ഞു? ഗാന്ധിജിക്ക് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ കാരണം എന്താണ്? ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ, ഓക്കെ, അതുപോലെ സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, വസ്ത്രം, ഭാഷ, ഇതെല്ലാമാണ്. അതുപോലെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരരീതി, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ ജനങ്ങൾ വിലയിരുത്തി. ഈ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടിയത്. ഓക്കെ, ഇനി ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയിൽ നോക്കുക. ദാദാ അബ്ദുല്ല എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ഗാന്ധിജി എന്തിനാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? ദാദാ അബ്ദുല്ല എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ, എവിടെ നിന്നാണ്? ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണ വിവേചനത്തിന്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ വെള്ളക്കാരുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനായിട്ട് പാടില്ല എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. എങ്ങോട്ട് പോകുമ്പോൾ? ഡർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിൽ. അപ്പോൾ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണ വിവേചനത്തിന്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ആര് ശ്രമിച്ചത്? ഗാന്ധിജി ശ്രമിച്ചത്. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ, നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ നോക്കുക, ഏതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ബീഹാറിലാണ് നടക്കുന്നത്. 1917
അഹമ്മദാബാദിലെ തുണിമിൽ സമരം എവിടെയാണ്? ഗുജറാത്തിലാണ്. 1918. അതേ വർഷം തന്നെയാണ് ഗുജറാത്തിൽ 1918 ഖേഡയിലെ കർഷക സമരം നടക്കുന്നത്. അപ്പോൾ ഇത് ഓരോ സമരവും എന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, വർഷവും സ്ഥലവും ഓരോ സമരവും. ഓക്കെ, പഠിച്ചു വെക്കുക. ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമര രീതികളാണ് സ്വീകരിച്ചത് അല്ലെ? നമ്മൾ നിയമലംഘനം എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചു. അപ്പൊ ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമര രീതികളാണ് സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരന്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാരനിലെ സമരരീതികൾ തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഓക്കെ, പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ഏത് സമരരീതികളാണ്? ചമ്പാരനിലെ അതേ സമരരീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേഡയിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായിട്ട് ഉപയോഗിച്ചു. എന്താണ്? വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേഡയിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനായിട്ട് തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ, നമ്മൾ ഖേഡയിലെ കർഷക സമരം 1918 പറഞ്ഞു. അപ്പോൾ ആ ഒരു അധികാരികൾ നികുതി പിരിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഗാന്ധിജി എന്ത് ചെയ്തു? നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായിട്ട് ഉപയോഗിച്ചു. അതിന്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിന്റെ നേതാവാക്കി തീർത്തു. അപ്പം നമ്മൾ ഓരോ വരികളും വായിക്കുന്നത് അത്രത്തോളം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എവിടെ നിന്നാണ് ചോദിക്കുക എന്നറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഓരോ പോയിന്റും വായിക്കുന്നത് കേട്ടോ. ഇനി പ്ലേഗ് ബോണസ് നോക്കുക. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം എപ്പോഴാണ്? 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. ഓക്കെ, 1917 അഹമ്മദാബാദിൽ എന്ത് വന്നു? പ്ലേഗ് രോഗം വന്നു. അങ്ങനെ അവിടുത്തെ 10% ജനസംഖ്യയുടെ 10% പേർ മരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? മറ്റുള്ള തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 80% വരെ ബോണസ് ആയിട്ട് നൽകിയിരുന്നു. പക്ഷേ രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കാനായിട്ട് ഏർപ്പെടുത്തിയതാണ് എന്ത്? ഈ 80% ബോണസ് കൊടുക്കുന്നത്. ഓക്കെ, രോഗം പകർന്നാലോ എന്ന് കരുതി തൊഴിൽ ചെയ്യാതിരുന്നാൽ പ്രശ്നമില്ലേ? അപ്പോൾ അങ്ങനെ തൊഴിൽ ഉപേക്ഷിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോണസ് സംവിധാനം 80% ബോണസ് കൊടുത്തു. ഒന്നാം ലോക യുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടിയിട്ട് എന്ത് ചെയ്തു? ഈ ആനുകൂല്യം, ഈ ബോണസ് നിർത്തലാക്കി. അപ്പോൾ തൊഴിലാളികൾ എന്താണ്? സമരം ചെയ്തു. അതാണ് പ്ലേഗ് ബോണസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്താണ്? ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? ചമ്പാരനിലെ സമരം, അഹമ്മദാബാദിലെ തുണിമിൽ സമരം, അതുപോലെ ഖേഡയിലെ കർഷക സമരം. അപ്പോൾ ഈ സമരങ്ങളുടെ എല്ലാം ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. ഓക്കെ, ഗാന്ധിജിയുടെ സമരരീതി എന്തൊക്കെയാണ്, ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. ഓക്കെ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആരുകൂടെ വന്നു? സാധാരണക്കാരായ ജനങ്ങൾ വന്നു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും
വേരോട്ടമുണ്ടായി. ഓക്കെ, പട്ടണങ്ങളിൽ മാത്രം, വിദ്യാസമ്പന്നരായ ആളുകളിൽ മാത്രം, അതുപോലെ പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൽ ഗ്രാമപ്രദേശങ്ങളിലും സാധാരണക്കാർക്കിടയിലും വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായിട്ട് ആര് മാറി? ഗാന്ധിജി മാറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ കൊണ്ടുണ്ടായ ഫലങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ദേശീയ സമരത്തിലേക്ക്. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ, റൗലറ്റ് നിയമം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. ഓക്കെ, ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണിത്. ഓക്കെ, ഇന്ത്യൻ ദേശീയ സമരം. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഈ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാമായിരുന്നു. അപ്പൊ റൗലറ്റ് നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം? വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാം എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന് ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. അപ്പോൾ എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നോക്കാം. എന്നിരുന്നാലും റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി 1919 ഏപ്രിൽ 13 ജനങ്ങൾ എന്ത് ചെയ്തു? അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്കു നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ അതിൻ്റെ ഇരട്ടിയായിരുന്നു. അപ്പോൾ ജാലിയൻ വാലാബാഗിന്റെ ഡേറ്റ് 1919 ഏപ്രിൽ 13 എന്നുള്ളത് ഓർത്തിരിക്കുക. ആരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത്? ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലാണ് നടന്നത് അല്ലെ. അപ്പോൾ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാലിയൻ വാലാബാഗിൽ ആര് കൂടുന്നത്? ജനങ്ങൾ ഒത്തുകൂടുന്നത്. ഓക്കെ, അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുത്തുന്നതിന് ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്നാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ആര് പറഞ്ഞത്? ഗാന്ധിജി പ്രതികരിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്നാണ് ഗാന്ധിജി ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ചിത്രകാരന്റെ ഭാവനയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇനി അടുത്തത് നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു എക്സാമിന്, ഏത് എക്സാമിനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. അവിടെ കുറേ പേരൊക്കെ ചമ്പാരൻ സമരം, ഇന്ത്യയുടെ ആദ്യത്തെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ സമരം ചമ്പാരൻ സമരം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സഹകരണ സമരമാണ്. ഓക്കെ, റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. നിസ്സഹകരണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്
ഇവിടെ ഒരു എന്താണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു സർക്കിളിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, നിസ്സഹരണ സമരത്തിന്റെ സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക എന്തൊക്കെയാണ്. വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക. ഇതിന്റെ കുറേയധികം പോയിന്റ്സ് നമ്മൾ ഫസ്റ്റ് 7ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചു അല്ലെ. അപ്പോൾ വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. എന്തൊക്കെയാണ്. വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിസ്സഹരണ സമരത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ഉദാഹരണമാണ് അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. ഓക്കെ, അവധിലെ കർഷകർ എന്ത് ചെയ്തു? നികുതി നൽകാനായിട്ട് വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു ഗോത്രവർഗക്കാർക്കെതിരെ ചൂഷണം കൊണ്ടുവന്നപ്പോൾ വന നിയമം കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിയമം ലംഘിക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ എതിർക്കുന്നത് പോലെയാണ് അല്ലേ. അപ്പോൾ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ച് എന്ത് ചെയ്തു? വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ദെൻ ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. ഓക്കെ, ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിനുള്ള തെളിവുകളാണ്. ഓക്കെ, ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഓക്കെ, ബഹിഷ്കരണം മാത്രമല്ല, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ബഹിഷ്കരണമാണ്. അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കൂടി ഗാന്ധിജി എന്ത് ചെയ്തു? ആഹ്വാനം നൽകി. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ബഹിഷ്കരണം മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ജനങ്ങൾ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു, ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്തു, ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു, ഹിന്ദി പ്രചരിപ്പിച്ചു. ഓക്കെ, ഐത്തോച്ചാടന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു. എന്താണ്? ഐത്തോച്ചാടന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ. ജാമിയ മിലിയ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ കാശി വിദ്യാഭ്യാസ പീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവയാണ് ദേശീയ വിദ്യാലയങ്ങൾ. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. നിസ്സഹരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. നിസ്സഹരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായിട്ടുള്ള മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നവർ അല്ലേ. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ത് ചെയ്തു? ശക്തി പ്രാപിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ആർക്ക് കഴിഞ്ഞു? ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായി എന്തുണ്ടായി? ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം എന്ത് ചെയ്തു? ശക്തിപ്പെടുകയും ചെയ്തു. ഓക്കെ, ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം? നമ്മൾ പഠിച്ചതാണ്. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. പഠിച്ചതാണല്ലോ. നോക്കുക, ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തീയിട്ടു.
22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇത് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഒരു ചൗരി ചൗര സംഭവം കാരണമാണ് ഗാന്ധിജി എന്ത് നിർത്തുന്നത്? നിസ്സഹകരണ സമരം. ഇപ്പൊ ഇതും ചോദിക്കുന്നതാണ്. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ സംഭവം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. ഓക്കെ, അടുത്തത് നോക്കുക. പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും. ഇതെല്ലാം നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് കേട്ടോ. പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അപ്പൊ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജ് എന്ന് വെച്ചാൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ്. അപ്പൊ സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഉപ്പു നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക. അപ്പോൾ സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പു നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ എന്തൊക്കെയാണ് കാരണം? ഇത് നമ്മൾ പഠിച്ചതാണ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 2/5 ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു അല്ലെ. ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 2/5 എന്തായിരുന്നു? ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദാരിദ്ര്യർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉൽപാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിന്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പു നികുതി എടുത്തു കളയുക എന്നുള്ളത്. ഉപ്പു നികുതി എടുത്തു കളയുക. അപ്പൊ ഇതൊക്കെയാണ് ഉപ്പ് സമരായുധമാക്കി തിരഞ്ഞെടുക്കാനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കാരണങ്ങൾ. ഇനി ഇവിടെ നോക്കുക, നിയമലംഘന സമരത്തിന്റെ ശക്തി വിശദീകരിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യുവാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഗാന്ധിജി പറഞ്ഞതാണ് നിയമലംഘന സമരത്തിന്റെ ശക്തിയെക്കുറിച്ച്. നോക്കി, അടുത്തത് വട്ടമേശ സമ്മേളനങ്ങളാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആര് പങ്കെടുക്കുന്നത്? ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചതാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളുണ്ട്. 3ലും പങ്കെടുത്ത ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. വർഷം 1930, 1931, 1932 എന്നീ വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ. ഓക്കെ,
ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി. അപ്പൊ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ എവിടേക്കാണ്? കേരളത്തിലെ പയ്യന്നൂർ, തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ മുംബൈ, ബംഗാളിലെ നവഖാലി, വടക്കു പടിഞ്ഞാറൻ പ്രദേശം അതിർത്തി പ്രദേശം എന്നിവിടങ്ങളിലാണ് നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പു നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. എവിടേക്കാണ്? ഗുജറാത്തിലെ ധരാസന ഉപ്പു നിർമ്മാണശാലയിലേക്ക് ആരുടെ നേതൃത്വത്തിൽ? സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെയാണ് ബ്രിട്ടീഷുകാർ നേരിട്ടത്. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിയെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. അടുത്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. അപ്പൊ നോക്കുക, ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ആരുടെ വാക്കുകളാണിത്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? നോക്കുക, 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമാണ് എന്ത്? ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. സിവിൽ നിയമ ലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിൽ ഊന്നിയുള്ള സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങളാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. ഓക്കെ, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. ഇതെല്ലാമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ: 1. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. ഇതെല്ലാമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. എന്തൊക്കെയാണ്? നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. ഓക്കെ, ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിന്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു എന്ത്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറിട്ട വഴികൾ നോക്കുക.
പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചതിനെതിരായ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിത്. ഓക്കെ, അപ്പോൾ ചൗരി ചൗര സംഭവം നടന്ന സമയത്ത് പോലീസുകാരൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹരണ സമരം നിർത്തിവെച്ചു. അപ്പോൾ അതിനെതിരായിട്ട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇത്തരത്തിൽ ഗാന്ധിയൻ സമര രീതികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയുടെ ദേശീയ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം. പക്ഷേ എന്താണ്? ഗാന്ധിയൻ സമര രീതികളും ആശയങ്ങളെയും അവർ എതിർത്തിരുന്നു. ഗാന്ധിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത CR ദാസ്, ആരൊക്കെയാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. അപ്പോൾ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരൊക്കെയാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നത്. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമര രീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാകാനായിട്ട് തുടങ്ങി. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. എവിടെയാണ്? പഞ്ചാബ്, രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ നോക്കുക, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരാണ്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. അപ്പോൾ റിപ്പബ്ലിക്കൻ ആർമി ആരംഭിച്ചത് ആരാണ്? ഭഗത് സിംഗ്, അതുപോലെ ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ചേർന്നിട്ടാണ് റിപ്പബ്ലിക്കൻ ആർമി സായുധ വിപ്ലവത്തിനായിട്ട് ആരംഭിക്കുന്നത്. ഇനി കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അപ്പോൾ എന്താണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ, അതുപോലെ തന്നെ രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരാണ് റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചതെന്ന് പറഞ്ഞല്ലേ. സായുധ വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചു. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ആരുടെ ലക്ഷ്യം? ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവിന്റെയും എല്ലാം ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായിട്ടുള്ള സാൻഡേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ പോലീസുകാരൻ ആരാണ്? സാൻഡേഴ്സ് ആണ്. സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇവർ ചേർന്നിട്ട്, ഭഗത് സിംഗും രാജ്ഗുരു, സുഖ്ദേവും ചേർന്നിട്ട് ലാഹോറിൽ വെച്ച് എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നു. ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് വെടിവെച്ച് കൊന്നു. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള നിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും അതുപോലെ ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെ എറിഞ്ഞു. ഓക്കെ, അപ്പോൾ ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്നിട്ടാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിയുന്നത്. തുടർന്ന് അറസ്റ്റ് വരിച്ചു.
1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. അപ്പോൾ ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും തൂക്കിലേറ്റിയ വർഷം ഏതാണ്? 1931 മാർച്ച് 23. ഓക്കെ. ഇനി ഭഗത് സിംഗ് ബതുകേശ്വർ ദത്തിന് അയച്ച കത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുടക്കം വായിക്കാം. പ്രിയ ആത്മമിത്രമേ, കേസിന്റെ വിധി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സാമ്രാജ്യത്വം എനിക്ക് തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത്. ഈ ഇരുണ്ട ജയിലറകളിൽ മറ്റു തടവുകാരോടൊപ്പം ഞാനും തൂക്കിക്കൊല കാത്തിരിക്കുന്നു. ഒരുപക്ഷെ സഖാക്കളുടെയെല്ലാം പ്രാർത്ഥന ഏതു വിധേനയും ഈ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ കാര്യമാകട്ടെ ഇവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ ദേശത്തിനും ഞാൻ ജീവനോട് ചേർത്ത ആദർശത്തിനും വേണ്ടി തൂക്കുമരത്തെ ആശ്ലേഷിക്കാനുള്ള ആ സുദിനവും കാത്തിരിക്കുകയാണ് ഞാൻ. അത്യാഹ്ലാദത്തോടുകൂടി ഞാൻ കുരുക്കിൽ കയറും. ധീരദേശാഭിമാനികൾ ഒരു ദേശത്തിനു വേണ്ടി എങ്ങനെയാണ് തങ്ങളുടെ പ്രാണൻ വെടിയുന്നത് എന്ന് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും. വധശിക്ഷയാണല്ലോ എനിക്ക് വിധിച്ചിരിക്കുന്നത്. എന്നാൽ എന്നിൽ നിന്നും തികച്ചും വിഭിന്നമായി നിങ്ങൾക്ക് ജീവപര്യന്തം നാടുകടത്തലിനുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ജീവിക്കും. ജീവിതം അപ്രകാരം തുടരുമ്പോൾ നിങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് സമര വിപ്ലവകാരികൾ തങ്ങളുടെ ആദർശങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുക മാത്രമല്ല ചെയ്യുന്നത്, ഏത് ആപത്ഘട്ടത്തെയും തലയുയർത്തിപ്പിടിച്ച് നേരിടാൻ തയ്യാറായതാണ് എന്നുള്ളതാണ്. മൃത്യു ലൗകിക പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു വഴിയാകരുത്. കൊലക്കയറിൽ നിന്ന് ഇറങ്ങി നടക്കാൻ കഴിഞ്ഞ വിപ്ലവ സഖാക്കൾ ജീവിക്കുകയും തങ്ങൾ കൊലമരത്തിലേറാൻ ഉത്സുകരാണെന്ന് മാത്രമല്ല, കൊഴുത്ത ഇരുട്ടിൽ ജയിൽ ഭിത്തികൾക്കുള്ളിൽ കിടന്ന അതിക്രൂരമായ പീഡനങ്ങൾ പോലും സഹിക്കുകയും ചെയ്യുമെന്ന് ലോകത്തിന് പറഞ്ഞുകൊടുക്കും. അപ്പോൾ ഭഗത് സിംഗ് എഴുതിയ കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആർക്കാണ്? ബതുകേശ്വർ ദത്തിന് അയച്ച കത്താണ്. ഭഗത് സിംഗിന്റെ കത്താണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട് 1930കളുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. ആ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെയും സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി എന്നിവർ ചേർന്നിട്ടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ എപ്പോഴാണ്? 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജയപ്രകാശ് നാരായണിന്റെ നേതൃത്വത്തിലാണ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണനും അരുണ ആസഫ് അലി തുടങ്ങിയവരാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. അഭിനവ് ഭാരത് സൊസൈറ്റി ആരാണ് നേതൃത്വം നൽകിയത്? VD സവർക്കർ ആണ് അഭിനവ് ഭാരത് സൊസൈറ്റി. അനുശീലൻ സമിതി ആരാണ്? ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദാർ പാർട്ടി ലാൽ ഹർദയാൽ ആണ് രൂപം കൊടുത്തത്. ഗദാർ പാർട്ടി ലാൽ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഇനി ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹം ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകി. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി, അതിൻ്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു.
ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിട്ട് ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിട്ട് ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചു. ഇതിന്റെ ചുമതല മലയാളിയായിട്ടുള്ള ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ഝാൻസി റാണി റെജിമെന്റിന്റെ ചുമതല ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അടുത്തത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ് പറയുന്നത്. ഇവിടെ വാഞ്ചി അയ്യരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യർ ആണ്. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ ആയിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ, തിരുനെൽവേലി ജില്ലാ കളക്ടർ ആരായിരുന്നു? റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വച്ച് വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹവും ആത്മാഹുതി ചെയ്തു. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെപ്പറ്റി മാഡം കാമ തന്റെ വന്ദേമാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി. എന്താണ്? വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യർ ആണ്. ഇനി അടുത്തത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇടയാക്കി. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. ഏതൊക്കെയാണ്? അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ എന്നിവയാണ്. 1920 N.M. ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചു. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത് ആരൊക്കെയാണ്? N.M. ജോഷിയും ലാലാ ലജ്പത് റായും കൂടെ ചേർന്നിട്ടാണ്. ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളാണ്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളാണ്. 1. തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. 2. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. 3. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക. എന്തൊക്കെയാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ? തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക. അടുത്തത് ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും ജമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തിയത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും ജമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകതയും ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. N.G. രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് N.G. രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി എവിടെ വെച്ചിട്ടാണ്? ലാഹോറിൽ വെച്ചിട്ടാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. പിൽക്കാലത്ത് ഇത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ആവശ്യങ്ങൾ, കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക എന്നിവയാണ്. അപ്പോൾ കിസാൻ മാനിഫെസ്റ്റോയിലുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ഇനി കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി.
ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിയിച്ചു. അപ്പോൾ വിവിധ തരം സമരങ്ങളും അത് നടന്ന സ്ഥലങ്ങളുമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തേഭാഗ സമരം എവിടെയാണ്? ബംഗാളിലാണ്. തേഭാഗ സമരം ബംഗാൾ. തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്. നാവിക കലാപം ബോംബെ. ഓക്കെ, തേഭാഗ ബംഗാൾ, തെലങ്കാന ആന്ധ്രാപ്രദേശ്. നാവിക കലാപം ബോംബെയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് സ്വാതന്ത്ര്യത്തിലേക്ക്. രണ്ടാം ലോക യുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരായി നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കി. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും. അപ്പോൾ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അങ്ങനെ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവേന്ത്യ ലീഗ് കൊണ്ടുവന്നത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു. ഓക്കെ, മൗണ്ട് ബാറ്റൺ പ്രഭുവിനെയാണ് ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിക്കുന്നത്. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ല എന്ന് വാദിച്ചത് ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ്. അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഇത്രയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസും സർവേന്ത്യ ലീഗും എന്ത് ചെയ്തു? ഈ പദ്ധതി അംഗീകരിച്ചു. മൗണ്ട് ബാറ്റൺ പദ്ധതി കോൺഗ്രസും സർവേന്ത്യ ലീഗും അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് എപ്പോഴാണ്? 1947 ജൂലൈയിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ആര് വന്നു? ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നമുക്കറിയുന്നതാണ് അല്ലേ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന ദേശീയ സമരമായി മാറിയത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത് അല്ലേ. അപ്പൊ ഗാന്ധിജിയുടെ ആശയങ്ങളും സമര രീതികളുമാണ് ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഗാന്ധിയൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ സമരമാർഗങ്ങൾക്കും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. ഇത്തരത്തിൽ വ്യത്യസ്ത ധാരകളിലൂടെ ശക്തി പ്രാപിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഫലമായിരുന്നു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതിൻ്റെ ഇടയിൽ അതിർത്തി ഗാന്ധി എന്ന് പറഞ്ഞൊരു കോളം നമ്മൾ വിട്ടു. നമ്മൾ പഠിച്ചത് തന്നെയാണ് കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ അല്ലേ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ പഠിക്കാനുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. അത് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഈ ഒരു ചാപ്റ്ററും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നും ഒരു പോയിന്റ് പോലും, നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ആണ്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ ആദ്യം തന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അത് ഓർത്തിരിക്കുക. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു കോട്ടിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? അതായത് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യേണ്ടി വരും? ഉപേക്ഷിക്കേണ്ടി വരും അല്ലേ, ഒന്നാമത്തെ കാര്യം. ദെൻ ദുരിതപൂർണമായ ഇന്ത്യ ആയിരിക്കും പിന്നീട് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് എന്തായാലും ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ അവർ ഉപേക്ഷിച്ച് പോകുന്ന ഇന്ത്യ എങ്ങനെയായിരിക്കും? ദുരിതപൂർണമായിട്ടുള്ള ഒരു ഇന്ത്യ ആയിരിക്കും. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്തൊക്കെയാണ്? വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമാണ്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികൾ, ഒന്ന് വിഭജനവും, രണ്ട് അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമാണ്. അപ്പോൾ അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അതായത് കുടുംബാംഗങ്ങളോടൊപ്പം ഭാണ്ഡക്കെട്ടുകളൊക്കെ തലയിലേറ്റിയിട്ട് നടന്നു നീങ്ങുന്ന അഭയാർത്ഥികളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിഭജന കാലത്തെ ഇന്ത്യയിലെ സാധാരണ കാഴ്ചയായിരുന്നു ഇത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് വിഭജിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്ന് കുറേ പേരൊക്കെ പാകിസ്ഥാനിലോട്ടും പാകിസ്ഥാനിൽ നിന്ന് കുറേ പേരൊക്കെ ഇന്ത്യയിലോട്ടും അഭയാർത്ഥിയായിട്ട് വരാനും പോകാനും തുടങ്ങി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് വർഗീയ ലഹളകൾ നടന്നു. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂഷിതമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ദശലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അഭയാർത്ഥി പ്രശ്നം പരിഹരിച്ചത് എങ്ങനെയാണ്? ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ, സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴിയാണ് അഭയാർത്ഥി പ്രവാഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചത്. ഓക്കെ, ഇവിടെ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ആര് പറഞ്ഞതാണെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? നെഹ്റു ആണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. നമുക്കറിയുന്നതാണ് ഗാന്ധിജിയുടെ മരിച്ച വർഷവും വിത്ത് ഡേറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു എന്ത്? ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. അത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് മുൻപത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ പ്രദേശങ്ങൾ മാത്രമല്ല, ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ
സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അപ്പോൾ ബ്രിട്ടീഷിന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, ഇല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. അപ്പോൾ അതിനുള്ള ഒരു അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നത്, ഇന്ത്യ വിടുന്നത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഈ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ട്. അപ്പോൾ അവ ഒന്നുകിൽ ഇന്ത്യയിൽ ചേരണം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം എന്നുള്ള ഒരു അധികാരം കൊടുത്തിട്ടാണ് ബ്രിട്ടൻ പോയത്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. ഓക്കെ, അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ആർക്കായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് മലയാളിയായ VP മേനോനെ അദ്ദേഹം നിയമിച്ചു. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി സർദാർ വല്ലഭായ് പട്ടേൽ നിയമിച്ച മലയാളി ആരാണ്, VP മേനോനാണ്. ഓക്കെ, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. ഓക്കെ, നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പട്ടേലും VP മേനോനും കൂടെ ചേർന്നിട്ടാണ് ലയന കരാർ തയ്യാറാക്കുന്നത്. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു, കേന്ദ്ര സർക്കാരിന് കൈമാറണം എന്ന് വ്യവസ്ഥ ചെയ്തു. ഓക്കെ, അപ്പം ലയന കരാർ അനുസരിച്ച് എന്ത് ചെയ്യണം, പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം, ഈ 3 കാറ്റഗറിയാണ്. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യണം, കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ച് എന്ത് ചെയ്തു, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ, ഓക്കെ, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തില്ല, ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല. ഓക്കെ, ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയുമാണ് രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ മാറി നിന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങളാണ്. ഓക്കെ, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അപ്പോൾ ഇവിടെ നോക്കുക, വിഭജനം സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഓരോ സിനിമയും അത് ആരുടേതാണ് എന്നുള്ളതും കൂടെ നോക്കുക. ഋത്വിക് ഘട്ടക്കിന്റെ മേഘേ ധാക്കധാര, ഓക്കെ, ഋത്വിക് ഘട്ടക്കിന്റെ മേഘേ ധാക്കധാര, എം എസ് സത്യുവിന്റെ ഗരം ഹവ, ഓക്കെ, മേഘേ ധാക്കധാര ആരുടേതാണ്, ഋത്വിക് ഘട്ടക്കിൻ്റെതാണ്. ഗരം ഹവ MS സത്യുവിൻ്റെതാണ്. ഗോവിന്ദ് നിഹലാനിയുടെ തമസ് ആരുടേതാണ്, ഗോവിന്ദ് നിഹലാനി. പമേല റൂക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സിൻ്റെതാണ്. അപ്പോൾ ഇതെല്ലാം വിഭജന കാലത്തെ പ്രശസ്ത സിനിമകളാണ്. അപ്പോൾ സിനിമകളും അത് ആരുടേതാണ് എന്നുള്ളത് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി VP മേനോന്റെ കാര്യം പറഞ്ഞു. നമ്മൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് സർദാർ പട്ടേൽ നിയോഗിച്ചത് ആരെയാണ്, മലയാളിയായിട്ടുള്ള VP മേനോനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ VP മേനോനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1894, ഓക്കെ, വർഷം ഓർത്തിരിക്കുക, 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിനു ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലാർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ മലയാളി ആരാണ്, VP മേനോനാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ചോദിക്കാവുന്നതാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്, VP മേനോനാണ്. ഓക്കെ,
ഇനി ഓരോ രാജ്യങ്ങളും അതിൻ്റെ അധിനിവേശ പ്രദേശങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കാം, ഫ്രാൻസ് അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954 കേട്ടോ. ഫ്രാൻസിലെ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം 1954. പോർച്ചുഗൽ അധിനിവേശ പ്രദേശം ഏതാണ്? ഗോവ, ദാമൻ, ദിയു. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1961. ഓക്കെ, ആ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തെരഞ്ഞെടുപ്പും. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിലാണ്. വർഷം 1946. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം. ഈ ചാപ്റ്ററിലെ ഓരോ വരികളും ഇമ്പോർട്ടൻ്റ് ആണ്. വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കുന്നത്. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും, അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം എന്തായിരുന്നു? ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. ഓക്കെ, ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 1951-52 കാലയളവിലാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. ഓക്കെ, ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നമ്മൾ പഠിച്ചു അല്ലേ. ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചൊരു പ്രധാന പ്രശ്നമാണ് ഭാഷയുമായി ബന്ധപ്പെട്ടത് അല്ലേ. ഒരു നാട്ടുരാജ്യത്ത് തന്നെ എന്താണ്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്? സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങിയപ്പോൾ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം ഇരുന്ന എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോറ്റി ശ്രീരാമലു ആണ്. ഓക്കെ, 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന്, എത്രയാണ്? 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. അപ്പോൾ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം എന്താണ് രൂപം കൊള്ളുന്നത്? 1953 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതിൻ്റെ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന
പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. ഓക്കെ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. എച്ച്.എൻ. കുൻസ്രു, അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള KM പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റംഗങ്ങൾ. ഇതും ചോദിക്കാറുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ 3 അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, എച്ച്.എൻ. കുൻസ്രു, മലയാളിയായിട്ടുള്ള KM പണിക്കർ എന്നിവരായിരുന്നു. അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസൽ അലിയാണ്. ഓക്കെ, ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ്? 1956 ഇതുപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രയാണ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇനി സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥ ആണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ എന്താണ്? വളരെ പരിതാപകരമായിരുന്നു അല്ലെ? ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ, അപ്പോൾ വളരെ ദുരിതപൂർണമായ ഇന്ത്യ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, നമ്മൾ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത്, ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ കാണുക. എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായിട്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ സ്വീകരിച്ചത് അല്ലെ? ഇന്ത്യ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. മിശ്ര സമ്പദ് വ്യവസ്ഥ പൊതുമേഖലയ്ക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയത്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. സ്ഥിരം ചോദിക്കുന്നതാണ്. സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ്. ഇവിടെ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ഒരു കോളം കൊടുത്തിട്ടുണ്ട്, നോക്കുക. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. വിത്ത് ഡേറ്റ് പഠിച്ചു വെക്കുമ്പോൾ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും, നോട്ട് ചെയ്ത് വെക്കുക, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ ആസൂത്രണ കമ്മീഷനിൽ അംഗങ്ങളായിരുന്നത് ആരൊക്കെയാണ്? ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളായിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് എന്ത്? പഞ്ചവത്സര പദ്ധതികൾ. 1951 തുടക്കം കുറിച്ച് പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എപ്പോഴാണ്? 1951 എന്നുള്ളത് ഓർത്തിരിക്കുക. കാർഷിക വ്യവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി.
സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അപ്പോൾ ഓരോ ഇരുമ്പുരുക്ക് വ്യവസായശാലയും അതിന് സഹായം നൽകിയ രാഷ്ട്രങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഭിലായ് ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രം ജർമ്മനിയാണ്. ദുർഗാപൂരിന് ബ്രിട്ടൻ ആണ്. അപ്പോൾ ഈ ഇരുമ്പുരുക്ക് ശാലകളും സഹായിച്ച രാജ്യവും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമൊക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അതിൻ്റെ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കാം. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്കുവഹിച്ചു. വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്കുവഹിച്ചു. കൃഷിക്ക് ആവശ്യമായ ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ബക്രാനങ്കൽ പദ്ധതി എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കൽ പദ്ധതിയാണ്. അതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം, പുതിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനത്തിന് തുടക്കം കുറിച്ചു. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനമുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. ഇനി അടുത്തത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായിരുന്ന നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അത്ഭുതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചു. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി. ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇതൊക്കെയാണ് നിലവിൽ വന്നത്. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാഭയും SN ഭട്നാഗറുമായിരുന്നു. അപ്പോൾ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, അതായത് കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഹോമി ജഹാംഗീർ ബാഭയും SN ഭട്നാഗറുമായിരുന്നു. ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ ഇന്ത്യൻ ആണവോർജ കമ്മീഷനും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഹോമി ജെ ബാബയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ 1954നും 64നും ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത്. അപ്പോൾ ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ വന്നു എന്ന് പറഞ്ഞു. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ 1954നും 64നും ഇടയ്ക്ക് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ്? ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന് പറയുന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ് ഇതിനടിസ്ഥാനമായത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. അടുത്തത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേക്ഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ISRO രൂപീകൃതമായി. അപ്പോൾ ISRO രൂപീകൃതമാകുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? വിക്രം സാരാഭായിയുടെയും നെഹ്റുവിൻ്റെയും. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ശ്രമഫലമായിട്ടാണ്
ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി ISRO രൂപീകൃതമാകുന്നത്. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെ 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അല്ലെങ്കിൽ ISRO രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം എന്താണ് ഇതിന്റെ കീഴിലായി. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം ISROയുടെ കീഴിലാണ്. ISRO വരുന്നത് എപ്പോഴാണ്? 1969 തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പയിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായിട്ട് ആര്യഭട്ട എന്ന് പറയുന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കുവാനുമുള്ള കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അപ്പൊ എന്താണ്? ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. നെഹ്റുവിന്റെ ദീർഘദൃഷ്ടി മൂലമാണ് ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട്. അവ ഏതൊക്കെയാണ്? അപ്പോൾ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസികളാണ് പറയുന്നത്. ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി. ഓക്കെ. 2 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ ഏതൊക്കെയാണ്? അഗ്നി, പൃഥ്വി തുടങ്ങിയവയാണ്. ഡോക്ടർ രാജാ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഇവിടെ വിക്രം സാരാഭായിനെ കുറിച്ചും ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്, നോക്കാം. വിക്രം സാരാഭായ് ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഓക്കെ. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെയും അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രത്തിന്റെയും ശില്പിയാണ് വിക്രം സാരാഭായ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് എന്ത് പേര് നൽകുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പേര് നൽകുന്നത്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ വിക്രം സാരാഭായെ കുറിച്ച് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം, അപ്പോൾ ISROയുടെ ചുമതല ആർക്കായിരുന്നു? APJ അബ്ദുൽ കലാമിനായിരുന്നു. അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ചു. അദ്ദേഹത്തെ എന്താണ് വിളിച്ചിരുന്നത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അപ്പോൾ അവര് ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമായ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാനാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. അപ്പോൾ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2008 ഒക്ടോബറിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? മംഗൾയാൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാനാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്നുള്ള ഇത് ആർക്കുള്ളതാണ്? മംഗൾയാനാണ്. ഓക്കെ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്കൊരുങ്ങുകയാണ് ഇന്ത്യ. ഓക്കെ. അടുത്തത് വിദ്യാഭ്യാസമാണ് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ മേഖല നോക്കുമ്പോൾ
ആദ്യം തന്നെ നമുക്കൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണ്? ഡോക്ടർ DS കോത്താരിയുടെ വാക്കുകളാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായിട്ടുള്ള വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. താഴെ നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ എന്താണ്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന വിവിധ കമ്മീഷനാണ്. ആ ഓരോ കമ്മീഷനും അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഒന്നാമത്തെ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വരുന്നത്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിക്കൊണ്ട് വന്ന കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ശുപാർശകൾ എന്തൊക്കെയാണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കുക. സ്ഥിരം ചോദിക്കുന്നതാണ്. UGC രൂപീകരിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഓക്കെ, 1948. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ അടുത്തത് 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ലക്ഷ്യം എന്തായിരുന്നു? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പഠനമാണ്. ഓക്കെ, സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നുള്ളതാണ് ശുപാർശകൾ. ദെൻ അടുത്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964. ലക്ഷ്യം എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. ഓക്കെ, ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ശുപാർശകൾ എന്ന് പറയുന്നത് എന്താണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അടുത്തത് 1986 ദേശീയ, അപ്പോൾ ഒരു കോളം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. അപ്പോൾ 1986 ദേശീയ വിദ്യാഭ്യാസ നയം NPE നേഷൻ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിക്കുന്നത്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കിയത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 1. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഓക്കെ, പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കുക. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇതൊക്കെയാണ് എന്തിൻ്റെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചാണ്. കോളം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? നമുക്കറിയാം, മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്ഥിരം ചോദിക്കുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11, അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 അന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇതും ചോദിക്കുന്നതാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓക്കെ, വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി. ഓക്കെ, 2009 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. ഇതും ചോദിക്കുന്നതാണ്. സമഗ്ര ശിക്ഷാ അഭിയാൻ 2018. അടുത്തത് സാംസ്കാരിക നേട്ടങ്ങളാണ്. വിദ്യാഭ്യാസത്തിലെ നേട്ടങ്ങൾ പറഞ്ഞു. അടുത്തത് സാംസ്കാരിക നേട്ടമാണ്.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടുകയുണ്ടായി. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് എന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, സംഗീത നാടക അക്കാദമി. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് സംഗീത നാടക അക്കാദമി. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ലളിതകലാ അക്കാദമി, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹി. സാഹിത്യ അക്കാദമി, ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാംസ്കാരികം പറഞ്ഞു. ഇനി അടുത്തത് വിദേശ നയം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു, അതും നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഇതൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ തത്വങ്ങളിൽ വരുന്നതാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പം എന്താണ് പഞ്ചശീല തത്വങ്ങൾ? 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായ സമയത്ത് ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യയുടെ ഒപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ചൈനയാണ്. ഇന്ത്യയും ചൈനയും കൂടെ അതിർത്തി തർക്കം ഉണ്ടായ സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ എൻ ലായുമായിട്ടാണ്. ഇതും ചോദിക്കാറുണ്ട്, ആരൊക്കെയാണ് ഒപ്പിട്ടത്? ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ വരുന്നതിൻ്റെ സമീപനം? എല്ലാ രാജ്യങ്ങളോടും രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക എന്നുള്ളതായിരുന്നു ഈ പഞ്ചശീല തത്വങ്ങളുടെ അടിസ്ഥാനം. രണ്ടാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേര പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളത് എടുത്തിട്ടില്ല. ഓക്കെ, അത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ.
അതിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിൽ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവായിരുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിന്റെ ശരി തെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വരുന്നത്.